ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC 2018 നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറുമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ 20 ചോദ്യങ്ങൾ മാത്തമാറ്റിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 21 മുതലുള്ള ജനറൽ നോളജ് സെക്ഷൻ പരിചയപ്പെടാം. 21ാമത്തെ ചോദ്യം. ദ ഗ്യാസ് ഇൻ എ ബലൂൺ ഓഫ് വോളിയം 2 ലിറ്റർ ഈസ് റിലീസ്ഡ് ഇൻ ടു ആൻ വെസൽ ഓഫ് വോളിയം 7 ലിറ്റർ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ഗ്യാസ്? അതായത് 2 ലിറ്റർ വോളിയമുള്ള ഒരു ബലൂണിലെ ഗ്യാസിനെ 7 ലിറ്റർ വോളിയമുള്ള ഒരു പാത്രത്തിലേക്ക് റിലീസ് ചെയ്യുന്നു എങ്കിൽ എന്തായിരിക്കും പുതിയ വോളിയം ഓഫ് ഗ്യാസ്? ഗ്യാസിൻ്റെ പുതിയ വ്യാപ്തം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് 2 ലിറ്റർ, 7 ലിറ്റർ, 9 ലിറ്റർ, 5 ലിറ്റർ എന്നിങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 2 ലിറ്റർ വോളിയമുള്ള ഒരു ഗ്യാസിനെ 7 ലിറ്റർ വോളിയമുള്ള ഒരു വെസലിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ പുതിയ വ്യാപ്തം എന്ന് പറയുന്നത് 7 ലിറ്റർ ആയിരിക്കും. ഏത് പാത്രത്തിലാണ് പോകുന്നത് അതിൻ്റെ വ്യാപ്തമായിരിക്കും പുതിയ വ്യാപ്തം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 7 ലിറ്റർ. 7 ലിറ്റർ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് വിച്ച് ഷോസ് വേരിയബിൾ വാലൻസി. താഴെ തന്നിരിക്കുന്നവയിൽ വേരിയബിൾ വാലൻസി കാണിക്കുന്ന മൂലകം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഹീലിയം, മഗ്നീഷ്യം, സോഡിയം, അയൺ. ഇവിടെ വേരിയബിൾ വാലൻസി കാണിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, അയൺ. അതായത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് വേരിയബിൾ വാലൻസി കാണിക്കുന്നത്. മലയാളത്തിൽ ഇതിനെ സംക്രമണ മൂലകങ്ങൾ എന്നും പറയും. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അയണാണ് വേരിയബിൾ വാലൻസി കാണിക്കുന്നത്. അടുത്ത ചോദ്യം. The speed of the chemical reaction between gases increases with the increase in pressure due to an increase in. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ്, വോളിയം, കോൺസെൻട്രേഷൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് എന്നൊക്കെയാണ്. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കോൺസെൻട്രേഷൻ. The speed of the chemical reaction between gases. ഗ്യാസുകൾ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ. പ്രഷർ ഇൻക്രീസ് ചെയ്യും, അതോടൊപ്പം തന്നെ എന്താണ്, കോൺസെൻട്രേഷനും ഇൻക്രീസ് ചെയ്യുന്നു. 24ാമത്തെ ചോദ്യം. ദ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ്. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മിക്ക PSC ചോദ്യപേപ്പറുകളിലും കാണാറുള്ള ഒരു ചോദ്യമാണിത്. ഓപ്ഷൻസ് നോക്കാം. മ്യൂച്വൽ ഇൻഡക്ഷൻ, ട്രാൻസ്മിഷൻ, റെക്ടിഫിക്കേഷൻ, ആംപ്ലിഫിക്കേഷൻ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അടുത്തത് 25ാമത്തെ ചോദ്യമാണ്. ദ ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് 4:4p3. The period to which the element belongs. ഒരു മൂലകത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷനാണ് തന്നിരിക്കുന്നത് 4:4p3. എങ്കിൽ ഈ മൂലകം ഏത് പീരിയഡിക് ടേബിളിൽ ഏത് പീരീഡിലായിരിക്കും ഈ എലമെൻറ്റ് വരിക എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 5, 8, 3, 4. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4. പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു എളുപ്പമാർഗമുണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഇടതുവശത്ത് വരുന്ന നമ്പർ ആയിരിക്കും. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്ന 4:2 ആണ്. അപ്പോൾ അതിൻ്റെ ഇടതുവശത്ത് വരുന്ന നമ്പറാണ് പീരീഡ്. 4 ആണ് ശരി ഉത്തരം. അടുത്തത് 26ാമത്തെ ചോദ്യം. ന്യൂക്ലിയസ് ഈസ് ഡിസ്കവേർഡ് ബൈ. ന്യൂക്ലിയസ് ആരാണ് ഡിസ്കവർ ചെയ്തത്? ഓപ്ഷൻസ് നോക്കാം. റോബർട്ട് ബ്രൗൺ, ഗോൾഗി, ബൗമാൻ, ഫൗണ്ടൻ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത്. അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യമാണ്.
റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീ അനിമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ്. രണ്ട് ജീവികളാണ് സീ അനിമോണും ഹെർമിറ്റ് ക്രാബും. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. സിംബിയോസിസ്, മ്യൂച്വലിസം, കമൻസലിസം, നൺ ഓഫ് ദി എബോവ്. PSC ഇതിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ ഈ ചോദ്യം ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. കാരണം കൃത്യമായൊരു ആൻസർ ഇതിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 28ാമത്തെ ചോദ്യം. ആസിഡ് റെയിൻ ഈസ് ഡ്യൂ ടു. ആസിഡ് റെയിനിന് കാരണമായിട്ടുള്ളത് വാതകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. O3 ആൻഡ് ഡസ്റ്റ്, ഓസോണും ഡസ്റ്റും, SO2 ആൻഡ് NO2, സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും, SO3 ആൻഡ് കാർബൺ മോണോക്സൈഡ്, CO2 ആൻഡ് CO, അതായത് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും. ആസിഡ് റെയിന് കാരണമായിട്ടുള്ള വാതകങ്ങളാണ് ഓപ്ഷൻ ബി, SO2 ആൻഡ് NO2. ഇതാണ് ആസിഡ് റെയിന് കാരണമായിട്ടുള്ള വാതകങ്ങൾ. അടുത്തത് 29ാമത്തെ ചോദ്യമാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു. ഹരിതഗൃഹ പ്രഭാവം അതിന് കാരണമായിട്ടുള്ള വാതകങ്ങൾ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് CH4 അഥവാ മീഥെയ്ൻ, SO2 സൾഫർ ഡയോക്സൈഡ്, CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ, CO2 കാർബൺ ഡൈ ഓക്സൈഡ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. CO2 ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായിട്ടുള്ള വാതകം. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചൂട് ക്രമാതീതമായിട്ട് ഉയരും. ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൻ്റെ താപനില ക്രമാതീതമായിട്ട് ഉയരുന്ന ഒരു അവസ്ഥയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇതിന് കാരണമായിട്ടുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്തത് 30ാമത്തെ ചോദ്യം. സയൻസ് ഭാഗത്തു നിന്നുള്ള അവസാനത്തെ ചോദ്യം കൂടെയാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ വാട്ടർ സോലുബിൾ വിറ്റാമിൻ? ഓപ്ഷൻസ് കാൽസിഫെറോൾ, ടോക്കോഫെറോൾ, അസ്കോർബിക് ആസിഡ്, ഫില്ലോക്വിനോൺ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ് എന്നതാണ് ചോദ്യം. നമുക്കറിയാം ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ. ഇതിൽ സിയുടെ നെയിമാണ് അസ്കോർബിക് ആസിഡ്. അപ്പോൾ ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, അസ്കോർബിക് ആസിഡ് ആണ് ശരി ഉത്തരം. അപ്പോൾ സയൻസിൽ നിന്നുള്ള 10 ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് 31ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു. ഇത് 2018 കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങൾ 2021 കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 31ാമത്തെ ചോദ്യം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഓഫ് 2017 വാസ് ഗിവൺ ടു. 2017 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്, വിനോദ് ഖന്ന. 32. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ empowers the President of India to declare financial emergency? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ആർട്ടിക്കിളാണ് പ്രസിഡൻറ്റിന് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത്? ഓപ്ഷൻസ് ആർട്ടിക്കിൾ 358, ആർട്ടിക്കിൾ 359, ആർട്ടിക്കിൾ 360, ആർട്ടിക്കിൾ 363. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 360 ആണ് പ്രസിഡൻറ്റിന് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത്. 33ാമത്തെ ചോദ്യം. കേരള ഗവൺമെൻറ്റ്സ് കമല സുരയ്യ അവാർഡ് ഓഫ് 2017 ഫോർ ലിറ്റററി വർക്ക് വാസ് ഗിവൺ ടു. ഓപ്ഷൻസ് ലളിത സദാശിവം, KP സുധീര, P വത്സല, KR മീര. ആൻസർ ഓപ്ഷൻ ഡി ആണ്, KR മീര. 2017 കമല സുരയ്യ അവാർഡ് ലഭിച്ചത് KR മീരയ്ക്കാണ്. 34ാമത്തെ ചോദ്യം. ദ ഗ്രാൻഡ് ഡിസൈൻ ഈസ് ദ വർക്ക് ഓഫ്. ഗ്രാൻഡ് ഡിസൈൻ എന്നത്
ആരുടെ വർക്കാണ്, ആരുടെ രചനയാണ്? ഓപ്ഷൻസ്: സ്റ്റീഫൻ ഹോക്കിംഗ്, ജോൺ ഗ്രിബിൻ, മരീക ടെയ്ലർ, ഡെന്നിസ് ഡബ്ല്യു, സിയാമ. ആൻസർ ഓപ്ഷൻ എ ആണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു കൃതിയാണ് ഗ്രാൻഡ് ഡിസൈൻ. 35ാമത് ചോദ്യം. എമംഗ് ദ ഫോളോവിങ് ഹൂ ഈസ് നോട്ട് ദ റെസിപ്പിയൻറ്റ് ഓഫ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇൻ 2017? താഴെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് 2017 കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് ലഭിക്കാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ജാക്കോസ് ഡെബോച്ചറ്റ്, ജോക്കിം ഫ്രാങ്ക്, റിച്ചാർഡ് ഹെൻഡേഴ്സൺ, ബാരി സി ബാരിഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബാരി സി ബാരിഷ്. അടുത്തത് 36ാമത് ചോദ്യം. In 2018, the Oscar award for the best actor was given to Gary Oldman for his performance in. Options: The Shape of Water, The Post, The Darkest Hour, Dunkirk. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ഡാർക്കസ്റ്റ് അവർ എന്ന കൃതിക്കാണ് 2018 ഗാരി ഓൾഡ്മാന് ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്തത്. അപ്പോൾ ഓസ്കാർ അവാർഡ്, നോബൽ പ്രൈസ്, അതേപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ കൃതികൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 37ാമത് ചോദ്യം. ഇൻ 2019 ഫിഫ അണ്ടർ-20 വേൾഡ് കപ്പ് വിൽ ബി ഹെൽഡ് ഇൻ. 2019 ഫിഫ അണ്ടർ-20 വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: ഇംഗ്ലണ്ട്, പോളണ്ട്, സൗത്ത് ആഫ്രിക്ക, ജർമ്മനി. ആൻസർ ഓപ്ഷൻ ബി ആണ്, പോളണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് വെന്യൂസ്. പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവൻറ്റുകളുടെ വെന്യൂസും പഠിച്ചു വെക്കേണ്ടതാണ്. 38ാമത് ചോദ്യം. ഇ ഹരികുമാർ ഗോട്ട് സാഹിത്യ അക്കാദമി ഇന്ത്യാസ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് അവാർഡ് ഫോർ ഹിസ് വർക്ക്. ഓപ്ഷൻസ്: കാമ സുരഭി, തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, അടുത്തത് കറുത്ത തമ്പ്രാട്ടി, ഓപ്ഷൻ ഡി ദിനോസറിൻ്റെ കുട്ടി. ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദിനോസറിൻ്റെ കുട്ടി. ഇതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഇ ഹരികുമാറിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ദിനോസറിൻ്റെ കുട്ടി. അടുത്ത 39ാമത് ചോദ്യമാണ്. ദ ചെയർമാൻ ഓഫ് ദി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഈസ് ബീയിങ് അപ്പോയിൻറ്റഡ് ബൈ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ആരാണ്? പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, സ്പീക്കർ ഓഫ് ലോക്സഭ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭ സ്പീക്കറാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ലോക്സഭ സ്പീക്കറാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്തത് 40ാമത് ചോദ്യം. ചൂളന്നൂർ ബേർഡ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് അറ്റ്. കേരളത്തിലെ ഒരു പക്ഷി സങ്കേതത്തിൻ്റെ പേരാണ് ചൂളന്നൂർ. അത് ഏത് ജില്ലയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: പാലക്കാട്, ഇടുക്കി, തൃശ്ശൂർ, പത്തനംതിട്ട. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പാലക്കാട്. അപ്പോൾ നമ്മൾ ഇന്ന് 20 GK ചോദ്യങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് വളരെ വേഗത്തിൽ ആ 20 ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ദ ഗ്യാസ് ഇൻ ദ ബലൂൺ ഓഫ് വോളിയം 2 liter ഈസ് released into an empty vessel of volume 7 liter. What will be the volume of the gas? Answer: 7 liter. Identify the element which shows variable valency. Option D, iron. The speed of the chemical reaction between gases increases with the increase in pressure due to an increase in concentration. 24. The scientific principle behind the working of a transformer is mutual induction. 25. The outermost shell configuration of an element is 4:4p3. The period to which the element belongs is 4. 26. Nucleus is discovered by.
റോബർട്ട് ബ്രൗൺ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീ അനിമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ്. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 28 ആസിഡ് റെയിൻ ഈസ് ഡ്യൂ ടു SO2 ആൻഡ് NO2. 29 ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു കാർബൺ ഡൈ ഓക്സൈഡ്. 30 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻ? ആൻസർ അസ്കോർബിക് ആസിഡ്. 31 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഓഫ് 2017 was given to Vinod Khanna. 32 which article of the Indian Constitution empowers the President of India to declare the financial emergency? Answer option C, Article 360. 33 Kerala government Kamala Suraya Award of 2017 for literary work was given to K.R. Meera. 34 The Grand Design is a work of Stephen Hawking. 35 Among the following, who is not a recipient of the Nobel Prize in Chemistry in 2017? Answer Barry C. Barish. 36 In 2018, the Oscar Award for Best Actor was given to Gary Oldman for his performance in Darkest Hour. 37 In 2019, FIFA Under-20 World Cup will be held in Poland. 38 E. Harikumar got Sahitya Akademi, India's National Academy of Letters Award for his work Dinosarinte Kutti. 39 The chairman of the Public Account Committee is being appointed by the Speaker of the Lok Sabha. 40 Chulannur Bird Sanctuary is located at ഓപ്ഷൻ എ പാലക്കാട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്